come on, come on, come on, we're gonna get it now. Hands up if you're ready for the fight. Say come on, come on, come on, we're gonna win it now. I don't need you to believe in me, I know how to change my destiny. Sit down, about to rewrite our history, rewrite our history, rewrite our history. Can change the whole world, gonna take it over, gonna start it over. Don't you know what we could be? A new beginning, fighting to win it. Tell me that you're in it. Don't you wanna be a superhero, a superhero, a superhero? Don't you wanna be a superhero, a superhero, a superhero? Anybody could be, anybody could be, anybody could be. ഏതൻ, എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്ത് പറ്റി? അല്ലേ പിന്നെ എന്റെ പിന്നാലെ വരുന്നതല്ലേ? ഇന്ന് കണ്ടതേയില്ല. അറിയില്ല നോവ, എനിക്കുള്ളത് എന്തോ വിലപ്പെട്ടത് നഷ്ടമാകാൻ പോകുന്ന പോലെ എന്തോ ഒരു തോന്നലാ മനസ്സിന്. അതിന് കാരണം എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. ഡേ, ഞാൻ നിന്റെ കൂടെ ഉള്ളപ്പോ എങ്ങനെയായത് നിനക്ക് വിലപ്പെട്ടത് നഷ്ടമാവുന്നേ? എനിക്കറിയാം ഈ ലോകത്ത് നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എഡ്വിനെയാണെന്ന്. പിന്നെ ആ ഹൃദയത്തിൽ എനിക്ക് പോലും സ്ഥാനമുള്ളൂന്ന്. നീ പറഞ്ഞത് ശരിയാ എഡ്വിൻ. അവനാണ് എൻ്റെ എല്ലാം, എൻ്റെ ശക്തിയും ബലഹീനതയും അവനാണ്. യുനോ നോവ, കുറച്ച് ദിവസമായി ഞാൻ എന്തൊക്കെയോ കാണുന്നുണ്ട്, എന്നാൽ ഒന്നും വ്യക്തമല്ല. ഡു യു നോ ട്വിൻമേറ്റ്? ട്വിൻമേറ്റ്? നീ എന്താ പറഞ്ഞു വരുന്നേ? ഒരു വാമ്പയറിന് പ്രണയം എന്ന വികാരം തൻ്റെ മാറ്റിനോട് മാത്രമേ തോന്നുകയുള്ളൂ. ബട്ട് ട്വിൻമേറ്റ് ആവാൻ വിധിക്കപ്പെട്ടവർക്ക് തൻ്റെ രണ്ട് മാറ്റിനോടും എല്ലാ തരത്തിലുള്ള അഫക്ഷനും ഉണ്ടാകും. ഒരുപക്ഷെ അത് നമ്മുടെ കൺമുന്നിലുണ്ടെങ്കിൽ പോലും അത് തിരിച്ചറിയാൻ നാം വൈകും. ഇത് മാത്രമേ ഇപ്പൊ എന്റെ മൈൻഡ് ഫുള്ള്. എനിക്ക് ഇതിൽ നിന്നും ഡിസ്ട്രാക്ട് ആകാൻ പറ്റുന്നില്ല. നോക്ക്, ജസ്റ്റ് റിലാക്സ്, ഓക്കെ? ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ഒരിക്കലും നിന്നെ വിട്ടുപോകാൻ എനിക്ക് സാധിക്കില്ല. നീ എന്റെ മാറ്റാണെന്ന് തിരിച്ചറിയുന്നതിന് മുന്നേ ഞാൻ നിന്നെ പ്രണയിച്ചു തുടങ്ങിയതാ. എന്നിൽ നിന്നും നിന്നെ അടർത്തി മാറ്റാൻ ആരെയും ഞാൻ അനുവദിക്കില്ല. ഈ നോവ തോറ്റുപോയത് നിന്റെ മുന്നിൽ മാത്രമാണ്. എന്നാൽ നീ ആരുടെ മുന്നിലും തോൽക്കാനും നിന്നെ വിട്ടുകൊടുക്കാനും ഞാൻ ഒരുക്കമല്ല. You are only my mate. I love you. Time stands still, beauty and all she is. I will be brave, I will not let anything take away what's standing in. ഇതിപ്പോ കുറെ നേരം ആയല്ലോ ഇങ്ങനെ ഉലാത്താൻ തുടങ്ങിയിട്ട്. എന്താടാ ഒരു കള്ളച്ചിരിയൊക്കെ? എസ്മ, ഷീ ഈസ് സംതിങ്. എൻ്റെ കാത്തിരിപ്പിന് എന്തൊക്കെയോ മാറ്റം വരാൻ പോകുന്നു എന്ന് മനസ്സ് പറയും പോലെ. ഓഹോ, വൂൾഫ് പ്രിൻസ് ഏഞ്ചൽ പ്രിൻസസിനെ പറ്റി ആലോചിക്കുകയായിരുന്നല്ലേ? നൈസ്. എഡ്വിൻ, ഈ പ്രണയം ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് വൺ സൈഡായിട്ട് പ്രണയിക്കുമ്പോൾ ആയിരിക്കുമല്ലേ? അതെ, എൻ്റെ കാര്യം തന്നെ നോക്ക്. ഞാനും പ്രണയിച്ചു. ബട്ട് ഏയ്, അത് വിട്. ഇവ ലവ്സ് യു സോ മച്ച്. അതെനിക്കറിയാം. ഷീ ലവ്സ് മീ സോ മച്ച്. ഞാൻ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ കൂടുതൽ അവൾ എന്നെ പ്രണയിക്കുന്നുണ്ട്. പക്ഷേ എത്ര നാളത്തേക്കാണെന്ന് എനിക്കറിയില്ല. യു നോ, സംടൈംസ് ഐ ക്യാൻ കൺട്രോൾ. യു ഹാവ് ടു കൺട്രോൾ. ഇവയ്ക്കു വേണ്ടി, പിന്നെ ഏതനും നോവയ്ക്കും വേണ്ടി. നമുക്ക് മാത്രം അറിയാവുന്ന ആ രഹസ്യം ഒരിക്കലും മറ്റാരെയും നാം ആയിട്ട് അറിയിക്കില്ല. അതാർക്കും സന്തോഷം തരുന്ന ഒന്നായിരിക്കില്ല. നമ്മുടെ ജീവിതത്തിൽ ഇമോഷൻസിന് ഒരു പ്രാധാന്യവുമില്ല. ബട്ട് വി ആർ നോട്ട് കംപ്ലീറ്റ് വാമ്പയർ ഓർ വോൾഫ്, സോ വി ഹാവ് ദാറ്റ്. എനിക്കറിയാം ലൂയിസ്. ലൂയിസ്, അങ്ങോട്ട് നോക്കിയേ. എസ്മ അത് ആരോടാ സംസാരിക്കുന്നേ? ഇവിടെ ഉള്ളവരോടല്ലാതെ അവളിപ്പോൾ ആരോട് സംസാരിക്കാനാ? ലൂയിസ് എഡ്വിൻ കൈ ചൂണ്ടിയ ഭാഗത്തേക്ക് നോക്കുന്നു. പുറംതിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് അതാരാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അവരിരുവരും അങ്ങോട്ട് നടന്നു. ആ സമയം തന്നെ എസ്മ തിരിഞ്ഞു നോക്കി. ലൂയിസിനെ കണ്ടയുടനെ തന്നെ അവൾ അവനടുത്തേക്ക് പോയി. ലൂയിസ്, ഇത് എവിടെ പോയതാ? ഞങ്ങൾ ചുമ്മാ ഒന്ന് നടക്കാൻ. അല്ല, അതാരാ? ഓ, അത് ലിയോൺ ചായൻ. ഇച്ചായനാ? ഹേയ്, ഹായ് ബ്രോ. ഹായ്. എസ്മ അവരെങ്ങനെ അവിടെ എത്തിയെന്ന് അവരോട് പറഞ്ഞു. ഇമ, എനിക്കൊരു കോഫി ഇട്ട് തരുമോ? ഇമയ? ആ, ഇച്ചായൻ വാ, ഞാൻ ഇട്ട് തരാം. നിങ്ങൾക്ക് കോഫി വേണോ? ഏയ് വേണ്ട. അവൻ എന്തിനാ അവളെ ഇമാന്ന് വിളിച്ചേ? എസ്മ എന്നല്ലേ അവളുടെ പേര്. അങ്ങനെ വിളിച്ചാ പോരായിരുന്നോ? വിളിക്കുന്നതിന് മുന്നേ ഇച്ചായെന്ന് വിളിച്ചോണ്ട് പുറകെ ചെല്ലാൻ അവള്. അതെ, ഇപ്പൊ ഇവിടെ കിടന്ന് ഞെരിപിരി കൊണ്ടിട്ട് ഒരു കാര്യമില്ല. ഇനി ഒരുത്തം കൂടി ഉണ്ടെന്നല്ലേ പറഞ്ഞേ.
അവൻ ഇനി ആരുടെ മേത്ത് നിന്ന് പഞ്ചാര അടിക്കാന്ന് ആർക്കറിയാം. അതോ ഇനി പഞ്ചാരയുടെ അസുഖം ഉണ്ടോന്ന് പോലും അറിയില്ല. എന്തായാലും നീ വാ, നമുക്ക് പോയി നോക്കാം. ആഹാ, ഇവിടെ നിക്കുവായിരുന്നു കൊച്ചു ഗല്ലി. ഓ യക്ഷി, എന്താലോചിച്ച് നിക്കുവാ? ആ, നീയായിരുന്നു. നിന്നെ എങ്ങനെ കൊല്ലാന്ന് ആലോചിക്കായിരുന്നു. ആഹാ, ഓഹോ, എനിക്കപ്പോഴേ സംശയമായിരുന്നു നീ ബ്ലഡ് കുടിക്കുമെന്ന്. വാട യക്ഷി. ദേ, അവൾ അവനെ ചുവരോട് ചേർത്തു. നീ എന്ത് കാണിക്കാ? മാറിക്കേ. അതെന്തിനാ ഞാൻ മാറുന്നേ? യക്ഷിയല്ലേ ഞാൻ. സോ ഐ വാണ്ട് ടു ടേസ്റ്റ് യുവർ ബ്ലഡ്. ബെല്ല, മാറിക്കേ. ആഹാ, അപ്പൊ എന്റെ പേര് നിനക്കറിയാല്ലേ? പിന്നെ എന്റെ ചക്കരയല്ലേ, പൊന്നല്ലേ, എന്റെ കൺട്രോള് പോകൂടി. എന്തോന്ന്? ഞാൻ ചിലപ്പോ നിന്നൊക്കെ ഒരു മുത്തുക അടിക്കും. അയ്യേ, പോടാ കാമപ്രാന്ത. ഓഹോ, എന്നെ ഇങ്ങോട്ട് കയറി പിടിച്ചിട്ട് ഞാൻ കാമപ്രാന്തരാണെന്നല്ലേ? അതെ, എനിക്ക് ഇവിടേക്ക് ഒന്ന് കാണിച്ചു തരുമോ നീ? നിനക്ക് കണ്ണുണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാ കാണിക്കുന്നേ? അയ്യോ തമാശ. ഓ, എന്നെ പുറത്തു കൊണ്ടുപോവാന്നാ ചോദിച്ചേ. കൊണ്ടുപോവാ. സത്യം? എപ്പോ? ഇപ്പോ. ഓക്കേ. ലിയോൺ പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അതേസമയമായിരുന്നു ലൂയിസ് അവന്റെ അടുത്തേക്ക് വന്നത്. രണ്ടുപേരും ഒരേ ദിശയിലോട്ട് നോക്കി നിന്നു. നീ ഇവിടെ വന്നതിന്റെ ഉദ്ദേശം, നിന്റെ കർത്തവ്യം നീയായിട്ട് മറന്നുപോയിട്ടില്ലല്ലോ. ഇല്ല, എനിക്കറിയാം. സ്റ്റേ അവേ. ഫോർ വാട്ട്? ഞാൻ എന്താണ് പറഞ്ഞതെന്ന് യു നോ ദാറ്റ്. നോ, ഐ ഡോണ്ട് നോ. യു നോ ദാറ്റ് ഞാൻ വെയർവൂൾഫാണ്. ആൻഡ് ഐ ആം ദി പ്രിൻസ് ഓഫ് വെയർവൂൾഫ് ആൻഡ് യു ആർ ഓൾസോ എ ഏഞ്ചൽ വൂൾഫ്. നിനക്ക് നല്ലതായിട്ട് അറിയാവുന്ന കാര്യമാണ് ലിയോ. ഷീ ഈസ് മൈ മെറ്റ്. ഡോണ്ട് യു തിങ്ക് ഐ എം എ ഫൂൾ? ഐ നോ വാട്ട് യു ഫീൽ ഫോർ ഹെർ. യാ, ഐ ഫീൽ ഫോർ ഹർ. പക്ഷെ അതൊരിക്കലും നിനക്കോ ഇവിടെയുള്ള ആർക്കും. യു ആൻഡ് എനിബഡി നോട്ട് ഹേർട്ട് ബിക്കോസ് ഓഫ് മൈ ഫീലിങ്സ്. നിനക്ക് നന്നായി അറിയാം, എനിക്ക് നിന്നെ രക്ഷിക്കാനും അറിയാം, ശിക്ഷിക്കാനും അറിയാം. സെയിം ടു മീ. നീ ആഹാ, കൊള്ളാലോ. രണ്ടുപേരും കാര്യമായിട്ട് എന്തോ സംസാരിക്കുന്നുണ്ടല്ലോ. ഒന്നുമില്ല, ഞങ്ങളിങ്ങനെ ചുമ്മാ ഈ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കുമായിരുന്നു. അത് പറഞ്ഞപ്പോഴാ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ലപോലെ ബോറടിക്കുന്നുണ്ട്. നമുക്ക് കുറച്ചുകൂടെ നടന്നാലോ, കാര്യമൊക്കെ പറഞ്ഞിട്ട്? വേണ്ട, ഇപ്പൊ പോണ്ട. നല്ലപോലെ ഇരുട്ട് വീണു തുടങ്ങി. അത് കുഴപ്പമില്ല, നീ വാ, നമുക്ക് പോവാം. ഞാനുണ്ടല്ലോ കൂടെ. ഓക്കെ. നിക്ക്, ഞാനും വരാം നിങ്ങളുടെ കൂടെ. അതെ, ഇതിപ്പോ കൊറേ നേരമായല്ലോ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ട്. താനെന്തോന്നും മിണ്ടാത്തെ? ഞാനിപ്പോ എന്ത് പറയാനാ? തനിക്കിവിടെയൊക്കെ കാണുമെന്നല്ലേ പറഞ്ഞേ. കണ്ടുകൊണ്ട് നടന്നു. ബെല്ല, ഐ ആം റിയലി സോറി. നിന്റെ അന്ത്യം അടുത്ത് കഴിഞ്ഞു. ആര് തന്നെ ഇന്നത്തെ ദിവസം മറന്നാലും ഞാൻ ഒരിക്കലും മറക്കില്ല. റെഡ് മൂൺ, ഇന്ന് നിന്റെ ചോര എന്റെ കൈകളിൽ പതിയും. ആ നിമിഷം നീ എന്ന ശക്തിയും അവിടെ അവസാനിക്കും. ഇവ ഇവനോ ജസ്റ്റ് കിൽ ഹർ. ഈ നോവ ജീവനോടെ ഉള്ളിടത്തോളം കാലം നിന്റെ കൈകളിൽ അവളുടെ രക്തം പടരാൻ ഞാൻ അനുവദിക്കില്ല. നീ ചെയ്യുന്നത് തെറ്റാണ്, ഞാൻ ചെയ്യുന്നത് മാത്രമാണ് ശരി. ഇനി നമ്മളെന്നും ശത്രുക്കൾ മാത്രമായിരിക്കും.